എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ബോധവൽക്കരിക്കുന്നതിനായി മോക്ക് പോളിംഗും വോട്ടർ രജിസ്ട്രേഷൻ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും വരെ യഥാർത്ഥ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KM നാസർ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃക്കാക്കര KMM കോളേജ് ഇലക്ട്രൽ ക്ലബ് NSS യൂണിറ്റ് ജില്ലാ ഭരണകൂടം എന്നിവ സംയുക്തമായി കോളേജിലെ വിദ്യാർത്ഥികൾക്കായി മോക്ക് പോളിംഗ് നടത്തി. ജില്ലാ ഭരണകൂടം നടത്തുന്ന വോട്ടർ ID രജിസ്ട്രേഷൻ ഡ്രൈവിന്റെ ഭാഗമായാണ് മോക്ക് പോളിംഗ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി നടന്ന വർക്ക്ഷോപ്പ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KM നാസർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സബ്ന ബക്കർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ സ്ലീപ്പ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ജോസഫ് ആന്റണി ഹർട്ടിസ് മുഖ്യാതിഥിയായെത്തി. പൂണിത്തുറ വില്ലേജ് ഓഫീസർ റോണി ഫെലിക്സ് വിദ്യാർത്ഥികൾക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വോട്ടവകാശത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഷോർട്ട് ഫിലിം പ്രദർശനവും വർക്ക്ഷോപ്പിന്റെ ഭാഗമായി നടത്തി. പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മോക്ക് പോളിംഗ് നടത്തിയത്. ആദ്യ നടപടി എന്ന നിലയിൽ 100 കുട്ടികൾ ഉൾപ്പെടുന്ന ഇലക്ട്രൽ റോൾ പുറത്തിറക്കിയിരുന്നു. തുടർന്ന് 6 പേരെ സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുകയും അവർക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്തു. പ്രചാരണം, വോട്ട് അഭ്യർത്ഥിക്കൽ എന്നിവ പൂർത്തിയാക്കിയ ശേഷം കളക്ടറേറ്റിൽ നിന്നും കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ഉപയോഗിച്ച് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ താൽക്കാലിക പോളിംഗ് ബൂത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരവും ഒരുക്കി. വോട്ടെടുപ്പിന് ശേഷം വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കഴിക്കും സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.